ഹലോ, വെൽക്കം ടു പെപ്പ് ക്ലാസ്സസ്. മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രിയിലെ കോർഡിനേഷൻ കെമിസ്ട്രി എന്നുള്ള ഭാഗമാണ്. നിങ്ങൾക്കറിയാം, മൊത്തം നമുക്ക് 16 യൂണിറ്റുകളാണ് നമുക്ക് എൻട്രൻസ് എക്സാമിന് പഠിക്കാനായിട്ടുള്ളത്. അതിൽ 9ാമത്തെ യൂണിറ്റ്, ദാറ്റ് ഈസ് കോർഡിനേഷൻ കെമിസ്ട്രി. കോർഡിനേഷൻ കോമ്പൗണ്ടിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ടീച്ചർമാർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടി നിങ്ങൾ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കുറേ കെമിസ്ട്രികളുണ്ടല്ലേ, ഓർഗാനിക് ഇനോർഗാനിക് ഫിസിക്കലൊക്കെ പെട്ട ഒരു കെമിസ്ട്രിയാണ് എന്ത് പറയുന്നത്, കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. എന്തായിരിക്കും നമ്മൾ ഇതിനെ ഇങ്ങനെ സെപ്പറേറ്റ് പഠിക്കാനുണ്ടാകുന്ന ഒരു കാരണം? ആ കോർഡിനേഷൻ കെമിസ്ട്രി നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ട് പഠിക്കാനുണ്ടാകുന്ന കാരണം അത് ആ കോമ്പൗണ്ടിൻ്റെ ഒരു ബ്യൂട്ടിയാണ്. എപ്പോഴും നല്ല കളറുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യിക്കുന്ന ഒരു കെമിസ്ട്രിയാണ് കോർഡിനേഷൻ കെമിസ്ട്രി. അപ്പോൾ നോക്കിയാൽ നമുക്ക് കാണാം, നമ്മൾ ജസ്റ്റ് സസ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, പ്ലാന്റ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണുന്ന ക്ലോറോഫിൽ, ആ പച്ച കളറുള്ള സസ്യങ്ങൾ. ഇനി ആകാശത്തേക്ക് നോക്കിയാൽ അതിൻ്റെ നിറം. ഇനി ബാക്കി എല്ലാം നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് നിറങ്ങളെയും പറ്റി നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമാണ് കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ നിറങ്ങളൊക്കെ വരുന്നതെന്നല്ലേ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വഴിയെ നമുക്ക് പഠിക്കാം. ഓക്കെ, എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് അത് നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ കോർഡിനേഷൻ കോമ്പൗണ്ട്? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ അഡീഷൻ മോളിക്കുലാർ കോമ്പൗണ്ട്സ് വിച്ച് ഈസ് സ്റ്റേബിൾ ഇൻ സോളിഡ് സ്റ്റേറ്റ് ആസ് വെൽ ആസ് ഇൻ സൊല്യൂഷൻ സ്റ്റേറ്റ്. ദാറ്റ് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആർ കോൾഡ് കോർഡിനേഷൻ കോമ്പൗണ്ട്. മെയിനായിട്ട് അഡീഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പിലുള്ളത് അഡീഷൻ കോമ്പൗണ്ട്സ്. ഒന്ന് ഡബിൾ സോൾട്ടും മറ്റൊന്ന് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. എന്താ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ കോമ്പൗണ്ട് അഡീഷൻ മോളിക്കുലാർ കോമ്പൗണ്ട് വിച്ച് ഇസ് സ്റ്റേബിൾ ഇൻ സോളിഡ് ആസ് വെൽ ആസ് ഇൻ സൊല്യൂഷൻ സ്റ്റേറ്റ്. സാധാരണ കേസിൽ നിങ്ങൾ കുറച്ച് ഉപ്പെടുത്ത് വെള്ളത്തിലിട്ട് കലക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഉപ്പ് സോളിഡ് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ സ്റ്റേബിൾ ആയിട്ടിരിക്കും അല്ലേ? ക്രിസ്റ്റലാണെങ്കിലോ പൊടിയുപ്പാണെങ്കിലോ എന്തായാലും അതേപോലെ ഇരിക്കും. വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുമോ സാധനത്തിനെ? ഇല്ല, അത് സോളിബിളായി പോയിട്ടുണ്ടാവും. അപ്പോൾ അത് അതിൻ്റെ അയോൺസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. നമുക്ക് പറഞ്ഞാൽ അതിൻ്റെ അയോൺസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പം സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ സോഡിയം ക്ലോറൈഡ് ഡിസോസിയേറ്റ് ചെയ്ത് സോഡിയം പ്ലസും ക്ലോറിൻ മൈനസും അതിൻ്റെ അയോൺസുകളായിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും വെള്ളത്തിൽ. ഇതേക്കത്തെ കോമ്പൗണ്ട്സ് നമ്മൾ ഡബിൾ സോൾട്ട് എന്ന് വിളിക്കുന്നത്. ഡബിൾ സോൾട്ട്. അപ്പോൾ നോക്കിയേ, ഡബിൾ സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടാസ്യം ആലത്തിനകത്ത് നമുക്ക് പൊട്ടാസ്യം അയോൺസ് ഉണ്ട്, പൊട്ടാസ്യം അയോൺസ് ഉണ്ട്, സൾഫേറ്റ് അയോൺസ് ഉണ്ട്, അലൂമിനിയത്തിൻ്റെ അയോൺസ് ഉണ്ട്, അതുപോലെ തന്നെ വീണ്ടും അവിടെ സൾഫേറ്റിൻ്റെ അയോൺസുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പൊട്ടാസ്യം ആലത്തിന് നമ്മൾ സോളിഡ് സ്റ്റേറ്റിൽ ആ സാധനം സ്റ്റേബിളാണ്, അതിനൊരു കുഴപ്പം വരില്ല. എന്നാൽ വൺസ് വി ഡിസോൾവ്ഡ് ഇൻ ദിസ് പൊട്ടാസ്യം ആലം ഇൻ ടു വാട്ടർ വി ഗെറ്റ് കോൺസ്റ്റുവൻ്റ് അയോൺസ്, ദാറ്റ് ഈസ് K+ അയോൺസ്. ഏതൊക്കെ അയോൺസ് കിട്ടും? K+ അയോൺസ്, SO4 2- അയോൺസ്, അലുമിനിയം 3+ അയോൺസ്, എക്സെട്ര. ഈ പറഞ്ഞ അയോൺസ് വീണ്ടും സൾഫേറ്റ് അയോൺസ് ഉണ്ട്. അപ്പോൾ ഈ അയോൺസുകൾ നമുക്കായിട്ട് കിട്ടും. എന്നാൽ വാട്ട് അബൌട്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ കോമ്പൗണ്ട്സ് വിച്ച് ഈസ് സ്റ്റേബിൾ അണ്ടർ സോളിഡ് ആസ് വെൽ ആസ് ഇൻ ഡിസോൾവ്ഡ് സ്റ്റേറ്റ്. ഈ രണ്ട് സ്റ്റേറ്റിലും കോമ്പൗണ്ട് സ്റ്റേബിൾ ആയിരിക്കും. എന്തുപോലെ നമ്മൾ ഉപ്പെടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഉപ്പ് വെള്ളത്തിൽ ലയിക്കാതെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ലയിക്കാതെ കിടക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയേ. സോളിഡ് സ്റ്റേറ്റിലും അങ്ങനെ തന്നെ, സൊല്യൂഷൻ ആയി കഴിഞ്ഞാലും അങ്ങനെ തന്നെ നിൽക്കുന്ന അവസ്ഥ. അങ്ങനത്തുള്ള കോമ്പൗണ്ടിനെയാണ് നമ്മൾ കോർഡിനേഷൻ കോംപ്ലക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് കോർഡിനേഷൻ കോംപ്ലക്സിനെ പറ്റിയിട്ടാണ്. ആ കോംപ്ലക്സ് എഴുതിയപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയേ, നമ്മൾ എങ്ങനെയാണ് കോംപ്ലക്സ് എഴുതിയിട്ടുള്ളത്? നമ്മൾ കോംപ്ലക്സ് എഴുതുന്നത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ എപ്പോഴും കോംപ്ലക്സുകളെ എഴുതുന്നത്. സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ അതിനൊരു ഓർഡർ ഉണ്ട്. നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും കോർഡിനേഷൻ അല്ലേ, കുറേ ആളുകളുടെ ഒരു കോർഡിനേഷനാണ്, ഒരു കൂട്ടായ്മയാണത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ആ ആരുണ്ടാവും? ഒരു ലീഡർ ഉണ്ടാവും, ഒരു മെയിനായിട്ട് ഒരാളുണ്ടാവും. ആ മെയിൻ ആളെ നമ്മൾ സെൻട്രൽ മെറ്റൽ എന്ന് വിളിക്കും. സെൻട്രൽ മെറ്റൽ. അപ്പോൾ ഒരു സെൻട്രൽ മെറ്റൽ ഉണ്ട്. അതിൽ സെൻട്രൽ മെറ്റൽ ആകുമ്പോൾ മെയിനായിട്ടൊരു ലീഡർ ഉണ്ടാകുമ്പോൾ ലീഡർക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്കൊക്കെ സഹായിക്കാനും അയാൾക്ക് പറയുന്നത് കേൾക്കുമ്പം അയാളെ ബാക്കിയുള്ള രീതിയിലൊക്കെ നമുക്ക് സഹായിച്ചു കൊടുക്കാനും ഒക്കെ ആരുണ്ടാവും? സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂട്ടത്തിൽ കുറേ സഹായികൾ ഉണ്ടാവും അല്ലേ, നമ്മൾ അനുയായികളുണ്ടാവും. ആ സഹായികളെ അല്ലെങ്കിൽ അനുയായികൾ, ആ ലീഡർ പറയുന്ന കേൾക്കുന്ന ആളുകളെ നമ്മൾ അണികൾ എന്നൊക്കെ നമ്മൾ സാധാരണ മലയാളത്തിലൊക്കെ പറയാറുണ്ട്. അവരെ നമ്മൾ ലിഗാൻഡ് എന്ന് നമ്മൾ പറയും. കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നമ്മൾ അവരെ എന്ത് വിളിക്കും? ലിഗാൻഡ് എന്ന് വിളിക്കും. ലിഗാൻഡുകളുടെ പ്രത്യേകത നമ്മൾ എല്ലാം സൂചിപ്പിക്കാം. ലിഗാൻഡുകൾ ഒരേപോലെയുള്ളതാകാം, വ്യത്യസ്ത ലിഗാൻഡുകളാകാം. നമ്മൾ ലിഗാൻഡ് എന്താണെന്ന് തന്നെ നമ്മൾ ഈ ഭാഗത്തിൽ പറയുന്നുണ്ട്. എൻട്രൻസിനെ ലിഗാൻഡിനെ തന്നെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് നമുക്ക്, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ലിഗാൻഡ് എന്നുള്ള ഭാഗം തന്നെ. നമ്മളതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ലിഗാൻഡ് സെയിം ആയിട്ടുള്ളതാവാം, ഡിഫറൻ്റ് ആവാം. അപ്പം ഞാനിപ്പം A എന്ന് പറഞ്ഞിട്ട് വേറൊരു ലിഗാൻഡ്, B എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ലിഗാൻഡ്, L എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാണ് വിചാരിക്കുക. L 2 ഉണ്ട് വിചാരിക്കുക.
ഇങ്ങനെയുള്ള ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതുന്ന ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറയുന്നത്. എന്താ നമ്മൾ പറയുക? ഇതിനെ കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറയും. ഇനി ഈ കോർഡിനേഷൻ സ്ഫിയറിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ കൗണ്ടർ ആയിട്ട് നമ്മൾ അയോൺസ് എഴുതാറുണ്ട്, കൗണ്ടർ അയോൺസ് എഴുതാറുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കൂ, സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ നമ്മൾ സോഡിയം ക്ലോറൈഡ് ഇങ്ങനെ എഴുതും. ഫസ്റ്റ് നമ്മൾ എഴുതിയ അയോൺസ് ഏതാണ്? സോഡിയം ക്ലോറൈഡ് എഴുതുമ്പോൾ ഫസ്റ്റ് എഴുതിയ അയോൺസ് ഏതാണ്? സോഡിയം പ്ലസ് എന്ന് പറഞ്ഞാൽ കാറ്റയോൺ. രണ്ടാമത് എഴുതുന്ന അയോൺ ഏതാണ്? ആനയോൺ. ഇനി സിൽവർ ക്ലോറൈഡ് എന്ന് പറയുമ്പോഴോ നമ്മൾ ഫസ്റ്റ് എഴുതുന്ന അയോൺ കാറ്റയോൺ, സെക്കൻഡ് എഴുതുന്നത് ആനയോൺ. ഇത് തന്നെയാണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എഴുതുമ്പോഴും. ഫസ്റ്റ് എഴുതുന്ന കോംപ്ലക്സ് ആണെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ആനയോൺ നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മളിങ്ങനെ എഴുതും. അപ്പോൾ ഇവിടെ എഴുതിയ ഈ ഫസ്റ്റ് എഴുതിയിട്ടുള്ള ഈ ഒരു കോമ്പൗണ്ടിനെ, അതായത് ഈ ഒരു സ്പീഷീസിനെ നമ്മൾ എന്ത് വിളിക്കും? കാറ്റയോൺ എന്നും രണ്ടാമത് വന്ന കൗണ്ടർ അയോണിനെ നമ്മൾ ആനയോൺ എന്നും പറയും. ഈ കൗണ്ടർ അയോണിക് സ്പീഷീസിനെയാണ് നമ്മൾ അയോണിക് സ്ഫിയർ എന്ന് പറയുന്നത്. നമ്മൾ എന്താ പറയുക? അതിനെ അയോണിക് സ്ഫിയർ എന്ന് പറയും. അയോണിക് സ്ഫിയർ. ഇനി നോക്കു മോനെ, ചില കേസിൽ ഇത്തരം കോംപ്ലക്സുകളെ നമ്മൾ എന്ത് വിളിക്കും? കാറ്റയോണിക് കോംപ്ലക്സ്. കാറ്റയോണിക് കോംപ്ലക്സ്. എന്താ കാറ്റയോണിക് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ? കോംപ്ലക്സിൻ്റെ ചാർജ് പ്ലസ് ആണ്. കാരണം കോംപ്ലക്സ് ഫസ്റ്റ് എഴുതി. ഇവിടെ നോക്ക്, എത്ര ക്ലോറിൻ ഉണ്ട്? ഒരു ക്ലോറിൻ. ക്ലോറിൻ്റെ ചാർജ് നമുക്കറിയാം -1 ആണ്. അങ്ങനെയാണെങ്കിൽ കോംപ്ലക്സിൻ്റെ ചാർജ് എന്തായിരിക്കും? +1 ആയിരിക്കും. അണ്ടർസ്റ്റുഡ് ആണ്. സിൽവർ ക്ലോറൈഡ് എന്ന് എഴുതുന്നു. മഗ്നീഷ്യം MgCl2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ എന്താ നമ്മൾ ചാർജ് വൈസ് എഴുതുമ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ചാർജ് +2 ആണ്, ക്ലോറിൻ്റെ ചാർജ് -1 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അത് പറയേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ നമ്മളിങ്ങനെ എഴുതുന്നു. ചില കേസുകളിൽ നമ്മൾ കോംപ്ലക്സ് എഴുതുമ്പം K മെറ്റൽ L2XY ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കോംപ്ലക്സ് നമ്മൾ എഴുതാൻ ചിരിക്കുക. ഇങ്ങനത്തെ കേസിൽ എഴുതുമ്പം ഇത്തരം കോംപ്ലക്സിനെ നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ ആനയോണിക് കോംപ്ലക്സ് എന്ന് വിളിക്കും. കാരണം ഫസ്റ്റ് എഴുതിയിട്ടുള്ളത് കാറ്റയോൺ ആണ്. ആ കാറ്റയോൺ ഇവിടെ അയോണിക് സ്ഫിയറിലാണ് ഉള്ളത്. കാറ്റയോൺ ആണ് ഇവിടെ അയോണിക് സ്ഫിയറിൽ എഴുതിയത്. ഇവിടെ കാറ്റയോൺ K+ ആണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻ്റ് ആയതുകൊണ്ട് വാലൻസി 1 ആണ്. സോ +1 ആണ്. K+1 ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ കോംപ്ലക്സിൻ്റെ ചാർജ് എന്ത് വരും? -1 എന്ന് വരും. സോ ഇറ്റ് ഈസ് ആനയോണിക് കോംപ്ലക്സ്. ഏകദേശം ക്ലിയർ ആയോ? അപ്പോൾ ഇതിനാണ് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടിനെ പറ്റി നമ്മൾ പഠിക്കുന്നത്. ഇതാണ് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ ഒരു ഓവറോൾ ഐഡിയ.